ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ഒറിജിനൽ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് കിരൺ രതീഷിനെ കാത്ത് വഴിയരികെ നിൽക്കുവാട്ടോ. അപ്പൊ രതീഷ് വരുന്നുണ്ട്. രതീഷ് അളിയ എന്തായാലും ചോദിക്കുമ്പോഴേക്കും സാറേ ഒന്നും പറയണ്ട, സാർ പറഞ്ഞ പോലെ തന്നെ ഞാൻ ആ ടെക്സ്റ്റിൽ പോയി അന്വേഷിച്ചായിരുന്നു. സാർ സംശയിച്ചത് സത്യം തന്നെയാണ്. അന്ന് ആ ദിവസം അവിടെ പോയിട്ട് ഷാരിയോ മനോഹറോ പോയിട്ട് സാരി എടുത്തിട്ടില്ല എന്ന് പറയാണ്. സാർ പറഞ്ഞുകൊണ്ട് അടുത്ത മാനേജർ എല്ലാ വിഷ്വൽസും എനിക്ക് കാണിച്ചു തന്നു. അതിലൊന്നും തന്നെ മനോഹറും ഷാരിയും ഇല്ല സാർ. അപ്പോ നമ്മൾ സംശയിച്ചത് കറക്റ്റ് തന്നെയാണ് രതീഷ്. ഇതിന്റെ എല്ലാം പിന്നിൽ അവരാണ് ആ ഷാരി മനോഹറും അതുപോലെ തന്നെ സരിയും തന്നെയാണെന്ന് ഉറപ്പാണ്. അപ്പൊ ആ സാരി മേടിച്ചെടുത്തത് എന്റെ അച്ഛൻ മേടിച്ചെടുത്ത സാരി തന്നെയാണ് ആ സാരി എടുത്തിട്ടുണ്ടായിരുന്നത്. അതെ സർ, ആ പാവ സ്ത്രീനെ തലക്കിടിച്ചത് ഇവരിൽ ആരോ തന്നെയാണ്. അതെ, അത് തന്നെയാണ് അപ്പൊ സത്യം എന്ന് പറഞ്ഞിട്ട് കിരൺ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുവാട്ടോ. അതിനുശേഷം കാണിക്കുന്നത് മനോഹരനെയാണ്. മനോഹർ നിഷേനം കൂട്ടിക്കൊണ്ട് ലോകം മൊത്തം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. അതിനുശേഷം നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നിഷയും മനോഹറും കൂടി ഇറങ്ങുന്നുണ്ട്. മോളെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഇത്രയും സാധനങ്ങൾ മതിയോ? മതി. ഇനി നമുക്ക് ഒരു ഹോട്ടലിൽ കേട്ട് ഭക്ഷണം കഴിക്കാൻ മോളും. ശരി റോഹിയേട്ടാന്ന് പറയാണ്. നമുക്ക് ദൂരം ഏതെങ്കിലും ഹോട്ടലിൽ പോകാം, അതാകുമ്പോൾ സ്വസ്ഥതയായിട്ട് എനിക്ക് എന്റെ മോളുടെ മുഖം കുറെ നേരം കണ്ടുകൊണ്ടിരിക്കാലോ. എനിക്കും അതെ, ഓണത്തിന് റോഹിയേട്ടൻ വന്നിട്ട് ജസ്റ്റ് ഒന്ന് കൈ കഴുകി ഭക്ഷണം കഴിച്ചിട്ട് ഓടിപ്പോയല്ലോ. അതുകൊണ്ട് ഇന്നത്തെ ദിവസം എനിക്ക് ഫുൾ റോഹിയേട്ടന്റെ കൂടെ ഇരിക്കണം. അതിനല്ലേ ഞാൻ വന്നത് മോളൂ. നമുക്ക് കുറച്ച് ലോങ് ആയിട്ടുള്ള ഹോട്ടലിൽ തന്നെ പോയിട്ട് അവിടെ സമാധാനത്തിൽ പോയി കഴിക്കാം. ശരി റോഹിയേട്ടാ, എന്നാ വണ്ടി കയറുമോളൂ എന്ന് പറയാണ്. മനോഹറാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുകയാണ്, ഈശ്വര പരിചയമുള്ള ആൾക്കാരെ ആരെയും കാണല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വണ്ടിയിലേക്ക് കയറുവാട്ടോ. അങ്ങനെ വണ്ടി എടുക്കുവാണ്. അങ്ങനെ വണ്ടി എടുത്തിട്ട് പോകുമ്പോഴേക്കും കിരൺ ഇവരെ തന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. കിരൺ ഇവരെ തൊട്ടു പിന്നാലെ തന്നെ കിരണം ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരു ഹോട്ടലില് ഒരു ചെറിയൊരു ചായക്കട പോലത്തെ ജ്യൂസൊക്കെ വിൽക്കുന്ന സ്ഥലത്ത് എത്തുമ്പോഴേക്കും മനോഹർ പറയുന്നുണ്ട്, അതെ ഇവിടെ തന്നെ ജ്യൂസ് കുടിച്ചാലോ? ശരി റോഹിയേട്ട എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും അവിടേക്ക് ഇറങ്ങുവാണ്. അവിടേക്ക് ഇറങ്ങിയ ശേഷം മനോഹർ പറയുന്നുണ്ട്, ചേട്ടാ 2 ജ്യൂസ് എന്ന് പറയാണ്. ശേഷം അവർ സന്തോഷത്തോടെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ കിരൺ വണ്ടി ഒതുക്കിയിട്ട് അവിടെ അടുത്തേക്ക് വരും കേട്ടോ. അപ്പോഴേക്കും നിഷ പറയുന്നുണ്ട്, റോഹിയേട്ട നോക്കിക്കേ, ആ കിരൺ വരുന്നുണ്ട്. ഏത് കിരൺ? ഞാൻ പറഞ്ഞില്ലേ, എന്റെ ചേച്ചിയുടെ കൂട്ടുകാരത്തി കല്യാണി, അവളുടെ ഭർത്താവ് കിരൺ. എവിടെ? അത് നമുക്ക് കാറിൻ്റെ ഉള്ളിൽ കയറി ഇരുന്നാലോ? എന്തിന്? അയാളെ നമ്മൾ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. റോഹിയേട്ടൻ ഇവിടെ തന്നെ നിൽക്കുമെന്ന് പറയാണ്. അതിനുശേഷം കിരൺ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്, ചേട്ടാ ഒരു ജ്യൂസ് എന്ന് പറഞ്ഞിട്ട് ഒരു ജ്യൂസ് പറയാണ്. ശേഷം നിഷയെടുത്ത് ചോദിക്കുന്നുണ്ട്, എന്നെ മനസ്സിലായോ? എന്നെ ഇതിനു മുമ്പ് കണ്ട ഓർമ്മയുണ്ടോ? എനിക്ക് കണ്ണിന് അസുഖമൊന്നുമില്ല. നിങ്ങളെ കണ്ട ഓർമ്മ എനിക്ക് നന്നായിട്ടുണ്ട്. ദേ നിങ്ങളുടെ വീട്ടിൽ ഒരുത്തിയുണ്ടല്ലോ, അവളെ എന്റെ വീട്ടിലേക്ക് പറഞ്ഞയക്കരുത് കേട്ടോ. എന്റെ ചേച്ചി എന്ന് പറഞ്ഞ അവളെ പറഞ്ഞയച്ചാൽ സ്വത്തുക്കൾ കൊടുക്കേണ്ടി വരുന്നുള്ള പേടിയാണോ? അവളിനി വന്നാലും ഞങ്ങൾ ആരും സ്വത്തുക്കളൊന്നും കൊടുക്കാൻ പോകുന്നില്ല. പിന്നെ എങ്ങനെ പോണു ജീവിതമൊക്കെ? അതൊക്കെ തന്നോട് പറയേണ്ട ആവശ്യം എന്താടോ എന്ന് പറയുകയാണ് കേട്ടോ നിഷ. അഹങ്കാരി എന്ന് നമ്മുടെ കിരൺ മനസ്സിൽ വിചാരിക്കേണ്ട. അതിനുശേഷം കടക്കാരൻ 2 ജ്യൂസ് മനോഹറിനെ കൊടുക്കുവാണ്. മനോഹർ അപ്പോൾ ഒരു ജ്യൂസ്, കിരൺ സർ ഇന്ന് ജ്യൂസ് കുടിക്ക്. റോഹിയേട്ടൻ എന്തിനാ ഇയാൾക്ക് ജ്യൂസ് കുടിക്കുന്നത്? അപ്പോഴേക്കും കിരൺ പറയണ്ട, നീ കുടിച്ചോളാം, നീ കുടിക്ക്, എനിക്ക് ജ്യൂസ് വേറെ എടുത്തോളും എന്ന് പറയാണ്. നീ എടാന്നോ? എന്റെ റോഹിയേട്ടൻ എടാ പോടെ വിളിക്കാൻ താൻ ആരോടോ? മോളെ വഴക്കൊന്നും ഉണ്ടാക്കണ്ട, വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് ആ ജ്യൂസ് അവിടെ വെച്ചിട്ട് കുടിച്ചിട്ട് പൈസ കൊടുത്തതിന് ശേഷം നമ്മുടെ മനോഹറും അതുപോലെ തന്നെ നിഷി അവിടെ നിന്ന് വണ്ടി എടുത്ത് പോവാട്ടോ. കിരണും ഇങ്ങനെ മനസ്സിലാക്കുന്നത് നിന്നെ ഞാൻ വെച്ചിട്ടുണ്ടടാ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോകുവാണ്. അതിനുശേഷം ഒരു സീൻ ഉണ്ട് കേട്ടോ, അത് ഞാൻ പറയാൻ വിട്ടുപോയി. നമ്മുടെ കിരൺ, അതായത് രതീഷോട്ട് പറഞ്ഞ് സംസാരിച്ചതിന് ശേഷം കിരൺ ഫോണിൽ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ വീട്ടിലൊരു ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പുറത്തെ വീട്ടിലെ കാര്യങ്ങൾ അറിയാണ്ട് ക്യാമറയിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം എന്ന് പറഞ്ഞിട്ട് ക്യാമറ നോക്കുമ്പോഴാണ് കേട്ടോ ആ ഭാഗം കിരൺ കാണുന്നുണ്ട്. ഷാരിയും മനോഹറും കൂട്ടി കാറിൽ താരനെ കയറ്റുന്ന ഭാഗം. അതുകൊണ്ടാണ് കേട്ടോ കിരൺ മനോഹറിനെ ഫോളോ ചെയ്യണത്. അത് കഴിഞ്ഞിട്ടാണ് ഇവർ ജ്യൂസ് കുടിക്കാൻ വേണ്ടി പോകുമ്പോൾ കിരണും തൊട്ട് പിന്നാലെ പോണത്. അതിനുശേഷം നമ്മുടെ മനോഹർ ആണെങ്കിൽ നിഷേനെ കൊണ്ട് അങ്ങോട്ട് പോകുവാട്ടെ. സമാധാനം, കിരൺ പോയി എന്ന് വെച്ചിട്ട് മനോഹറിനെ വണ്ടി ഓടിക്കണം. എന്തിനാ റോഹിയേട്ട അയാളെ സാറെന്നൊക്കെ വിളിക്കണത്? എന്തിനാ മോളും? നമ്മൾ വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ പോണത്. അവരും നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന പാർട്ടിയേ അല്ല, അവരുടെ സംസാരിക്കാതിരിക്കണത് നല്ലത്. എന്നാലും റോഹിയേട്ടൻ അവരെ സാറെന്നൊക്കെ വിളിക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. പോട്ടെ മോളൂ, നമുക്ക് സമാധാനമല്ലേ വലുത് എന്ന് വേണ്ട വണ്ടി ഓടിക്കുവാണ്. ആ സമയത്ത് മനോഹറിനെ കോള് വരും കേട്ടോ. അത് കിരണാണ് വിളിക്കണത്. പറയടാ എന്ന് മനോഹർ പറയുമ്പോ, എടാ ഞാനാ കിരണ്, എനിക്ക് മനസ്സിലായി. എപ്പോ വന്ന് കൊറിയെന്ന് എന്നൊക്കെ ചോദിക്കുകയാണ്. കൊറിയെന്ന് വന്നടാ, എനിക്ക് നിന്നോട് എത്രയും പെട്ടെന്ന് കണ്ട് സംസാരിക്കണമല്ലോ. ഇപ്പോഴോ? ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞിട്ട് പോരെ എന്ന് മനോഹർ ചോദിക്കുമ്പോൾ, പറ്റില്ല, എനിക്ക് ഇപ്പം നിന്നെ കാണാം. ഓക്കെ ഞാൻ വരാം. ഓക്കെ പെട്ടെന്ന് അവൾ എവിടെയെങ്കിലുമൊക്കെ നിർത്തിയിട്ട് വാടാ എൻ്റെ പുറകെ, നിന്റെ കാറിന് തൊട്ട് പിന്നാലെ ഞാനും ഉണ്ട് എന്ന് പറയണം. നീ മര്യാദക്ക് വണ്ടി നിർത്തി അവൾ എവിടെയെങ്കിലും ഇറക്കി വിട്ടില്ലെങ്കിൽ ഞാൻ നിന്റെ കാറിന് മുമ്പിൽ വരും. വേണ്ട ഞാൻ ഇപ്പൊ എത്താം എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യട്ടോ മനോഹർ.
ആരാ റോഹിയേട്ടാ വിളിച്ചത് എന്ന് നിഷ ചോദിക്കുമ്പോൾ അതോ കൊറിയന്ന് കുറച്ച് ടീംസ് വന്നിട്ടുണ്ട് ബിസിനസ് മീറ്റിങ്ങിന്. 15 കോടിയുടെ ബിസിനസ്സാ. അവരെ ഒന്നും പറയണ്ട, ദേ ഇവിടെ ഒരു ഹോട്ടലിൽ റൂം എടുത്തിരിക്കുക, എത്രയും പെട്ടെന്ന് വരണമെന്നാ പറഞ്ഞത്. ഞാൻ എൻ്റെ മോളുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാന്ന് വെച്ച് വന്നതാ. എന്ത് ചെയ്യാനാ, ഇവന്മാരൊക്കെ കല്യാണം കഴിച്ചിട്ട് 3-4 മാസം കഴിയുമ്പോഴേ പെണ്ണും പുള്ളുമാരെ കാണാൻ വേണ്ടി പോണത്. അതുപോലെ തന്നെ ഇവിടുത്തെ ആചോടെന്ന് അവരുടെ വിചാരം. എന്ത് ചെയ്യും മോളിനെ ഞാൻ വേദനിപ്പിക്കുകയാണല്ലോ. മോൾക്ക് ഇവിടെ എന്നെ ഇറക്കിയിട്ട് ഒരു ഓട്ടോയും പിടിച്ചിരട്ടെ, അല്ലെങ്കിൽ പോട്ടെ, സാരില്ല 15 കൂടി പോട്ടെ, എനിക്ക് എൻ്റെ മോളുടെ കൂടെ കറങ്ങിയാൽ മതി. അയ്യോ റോഹിയേട്ട, അത് വേണ്ട, നമുക്ക് ജീവിക്കാനുള്ള പൈസ എന്തിനാ വെറുതെ ഇങ്ങനെ കളയണത്, ഞാൻ ഇവിടെ നിന്ന് ഓട്ടോ പിടിച്ചു പോയിക്കോളാം. റോഹിയേട്ടൻ മീറ്റിങ്ങിന് പോയിക്കോ. മോൾക്ക് വിഷമോയോ? സാരില്ല റോഹിയേട്ട, ഞാൻ ഇതൊക്കെ മനസ്സിലാക്കണമല്ലോ. എന്നാൽ മോൾ ഇവിടെ ഇറങ്ങി, ഞാൻ ഓട്ടോ പിടിച്ചുതരാം എന്ന് പറഞ്ഞിട്ട് അവിടെ ഇറക്കുവാണ് റോഡരികിൽ. എന്നിട്ടൊരു ഓട്ടോ പിടിക്കണം. ഓട്ടോ ചേട്ടാ ഇങ്ങോട്ട് വാ എന്നിട്ട് ഓട്ടോ പിടിക്കുവാണ്. മോള് കയറിക്കോ, നല്ല സൂക്ഷിച്ചു പോണോട്ടോ മോള്, വീട്ടിലെത്തിട്ട് എന്നെ വിളിക്കണേ. ശരി റോഹിയേട്ട എന്ന് പറഞ്ഞിട്ട് നിഷ പോകുവാണ്. നിഷ പോയി കഴിയുമ്പോഴേക്കും മനോഹർ കിരണിന്റെ ഫോണിൽ വിളിക്കുക കേട്ടോ. ഹലോ കിരൺ സർ. എന്തായടാ? ഞാൻ നിഷേനെ ഇറക്കി വിട്ടിട്ടുണ്ട്, ഞാനിപ്പോ ഇവിടെ ഫ്രീ ആണ്. ഓഹോ, നീ ഇത്ര പെട്ടെന്ന് ഇറക്കി വിട്ടോ? നീ എവിടേക്ക് ഇറക്കി വിട്ടു? റോഡരികിൽ ഒരു ഓട്ടോറിക്ഷയിൽ കയറ്റി വിട്ടു. പിന്നെ ഓട്ടോയിൽ കയറ്റാനും പൈലറ്റിൽ കയറ്റാനും വിമാനത്തിൽ കയറ്റാനൊക്കെ നീ ഭയങ്കര മിടുക്കനാണല്ലോ. എങ്കിൽ എനിക്ക് നിന്നോട് സംസാരിക്കണം. ഫോണിൽ സംസാരിച്ച പോരെ? പറ്റില്ല, എനിക്ക് നേരിട്ട് സംസാരിക്കണം. എന്താ കിരൺ സർ, ഞാനൊരു പ്രശ്നം ഉണ്ടാക്കില്ലല്ലോ. നീ പ്രശ്നം ഉണ്ടാക്കിയെന്ന് ഞാൻ പറഞ്ഞോ? എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങളാണ് സംസാരിക്കാനുള്ളത്. അങ്ങനെയാണോ? എങ്കിൽ ഞാൻ ഇപ്പൊ വരാം സർ. ശരി, ഞാനിവിടെ ഒന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇപ്പൊ വരാം എന്ന് പറഞ്ഞിട്ട് മനോഹർ വണ്ടി തിരിക്കുകയാണ്. നേരെ കിരണിന്റെ അടുത്തേക്ക് പോവാട്ടോ. കിരൺ അവിടെ മനോഹരനെ കാത്തു നിൽക്കുകയാണ്. കിരൺ സർ എന്ന് പറയുമ്പോഴേക്കും നീ നിഷേനെ എവിടെ ഇറക്കി വിടാ? ഞാൻ പറഞ്ഞില്ലേ ഒരു ഓട്ടോ കയറ്റി വിട്ടെന്ന്. നീ ഓട്ടോ കയറ്റി വിടാനൊക്കെ നീ മിടുക്കനാണല്ലോ. അതെ, ഞാൻ എടുത്തൊരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടാ എന്ന് പറയാണ്. എന്താ കിരൺ സാർ എന്ന് പറയുമ്പോൾ, സത്യം പറഞ്ഞാലേ ഓണത്തിന് തലേ ദിവസം, അതായത് ഉത്രാടത്തിന് അന്ന് അവിടേക്ക് താരാൻറ്റി വന്നിട്ടുണ്ടായിരുന്നോ? താരാൻറ്റിയോ? സരിയുടെ യഥാർത്ഥ അമ്മ. ആ സമയത്ത് ആ വളർത്തമ്മ എന്ന് പറഞ്ഞ സ്ത്രീ ഷാരിയും നീയും ചേർന്നിട്ട് എന്തെങ്കിലും ചെയ്തായിരുന്നു അവരെ? കിരൺ സാർ എന്തൊക്കെയാ പറയണത്? എനിക്കിതിനെ കുറിച്ചൊന്നും അറിയില്ല. ദേ മനോഹരൻ വിളച്ചെടുക്കല്ലേ, സത്യമായിട്ട് പറ എന്ന് പറയണേ. ഇല്ല സർ, എനിക്കറിയില്ല, എനിക്കൊന്നും അറിയില്ല എന്ന് മനോഹർ പറയണ. നിനക്ക് അറിയില്ലല്ലേ? എങ്കിൽ ശരി, ഞാനൊരു കാര്യം ചെയ്യാം. നിനക്ക് കാര്യങ്ങൾ ഓർമ്മ വരാൻ വേണ്ടി കുറച്ച് വിഷ്വൽസ് കാണിച്ചു തരാം. അപ്പൊ നിനക്ക് ഓർമ്മ വരുമെന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കിരൺ വണ്ടിയിൽ നിന്ന് ടാബ് എടുക്കുവാട്ടോ. അതിനുശേഷം മനോഹർ പറയേണ്ടത്, ഇതിലൊരു വീഡിയോ ഉണ്ട്, നീ ഒന്ന് കണ്ടു നോക്കിക്കേ എന്ന് പറയുവാണ്. അതിനുശേഷം ആ വീഡിയോ പ്ലേ ചെയ്തിട്ട് നല്ല മനോഹറിന്റെ കയ്യിലേക്ക് കൊടുക്കുവാണ്. അത് കാണുന്ന മനോഹർ ഞെട്ടിപ്പോവാണ്. നല്ല ക്ലിയർ ആയിട്ട് മനോഹറും ഷാരിയും കൂടിയിട്ട് താരേനെ പൊക്കിയെടുത്ത് വണ്ടിയുടെ ഡിക്കിയിൽ കയറ്റുന്നതും മനോഹർ വണ്ടി എടുത്തുകൊണ്ട് പോകുന്നതും ഷാരി അവിടെ മനോഹറിനെ കാത്തു നിൽക്കുന്നതും പോലീസുകാർ വന്നതും എല്ലാം തന്നെ ക്ലിയർ ആയിട്ട് ആ വീഡിയോയിലുണ്ട്. ആ വീഡിയോ കാണുന്ന മനോഹർ ആകെ ഞെട്ടി നിൽക്കുമ്പോൾ, ഇനി എന്താ നിനക്ക് പറയാനുള്ളത്? ഇനി എന്തെങ്കിലും നിനക്ക് നുണ പറയാനുണ്ടോടാ? സർ അത് എന്ന് പറയുമ്പോഴേക്കും, എന്താടാ എനിക്കൊന്നും മിണ്ടാട്ടോ ഇല്ലേ? സർ അത് എനിക്ക് എന്ന് പറയുമ്പോഴേക്കും കിരൺ ഇങ്ങനെ തന്നെ മനോഹരൻ നോയിക്കൊണ്ടിരിക്കുക, മനോഹറും കിരണിനെ നോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ പരസ്പരം മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. വളരെ നല്ല സൂപ്പർ എപ്പിസോഡായി നിന്ന്. എന്തായാലും ഷാരി 2ാം പ്രതിയാണെങ്കിൽ മനോഹർ, ഷാരി 1ാം പ്രതിയാണെങ്കിൽ മനോഹർ 2ാം പ്രതിയാണ്. ആ നിലക്കാണ് കാര്യങ്ങൾ പോണത്. മിക്കവാറും രണ്ടും കൂടി ഒരുമിച്ച് ജയിലിൽ കിടക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷെ പ്രൊമോയിൽ കാണിച്ച പോലെ മനോഹരന്റെ കയ്യും കാലും ഒടിച്ചിട്ട് വരുന്ന ഭാഗങ്ങളൊക്കെ നാളെ കാണിക്കോട്ടെ. അതൊന്നും ഉണ്ടായിരുന്നില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.